ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ജീനാസ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വന്നിരിക്കുന്നത് ഒരു കാമ്പ് വറവിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇന്ന് നമുക്ക് വാഴക്കൊല കൊത്തിയ സമയത്ത് നല്ല ഫ്രഷ് കാമ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മളിവിടെ കാമ്പ് എന്നാ പറയാ, ഓരോ സ്ഥലത്ത് ഓരോരോ പേരല്ലേ പറയാ. ഇത് ചില സ്ഥലത്ത് വാഴപ്പിണ്ടി എന്ന് പറയും, ചില സ്ഥലത്ത് ഉണ്ണിപ്പിണ്ടി എന്ന് പറയും. അപ്പോ ഓരോരോ പേരാണെങ്കിലും സാധനം അടിപൊളിയാണ് കേട്ടോ. അപ്പൊ ഈസി ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് എങ്ങനെ ഒരു കാമ്പ് വറവ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പൊ കാമ്പ് വറവാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഇതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കണം കേട്ടാ. മുറിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇതിൻ്റെ അകത്തുനിന്ന് കുറച്ചൊരു നയരി ഇങ്ങനെ വരും. അതൊക്കെ ഇങ്ങനെ നമുക്കിങ്ങനെ വിരലിനെ കൊണ്ട് ഇങ്ങനെ ചുരുട്ടി എടുക്കുക. അപ്പോൾ ഇത് മുഴുവൻ മുറിച്ചിട്ടതിന് ശേഷം കാണാം കേട്ടോ. അപ്പൊ ഞാനിവിടെ കാമ്പ് മുഴുവൻ ഇങ്ങനെ ഒരു റൗണ്ടിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടാ. ചെറിയൊരു കനത്തിലാണ് നമ്മൾ ഇത് മുറിച്ചെടുക്കുക. നേർങ്ങനെ മുറിച്ചെടുക്കണം, എന്നാലും നല്ല പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ കേട്ടാ. അപ്പോൾ ഇതിന് ഇനി എന്ത് വേണമെന്ന് വെച്ചാൽ ഇതിനെയും നമ്മൾ ഇതുപോലെ ഒരു ചെറിയൊരു അട്ടിയൊട്ടി പോലെ ഇങ്ങനെ എടുക്കുക. ഇതുപോലെ എടുത്തതിന് ശേഷം ഇതിനിങ്ങനെ കൊത്തി കൊത്തി അരിഞ്ഞ് ഇങ്ങനെ മുറിച്ചിടണം. അപ്പോൾ അതുപോലെ മുറിച്ചിട്ടതിന് ശേഷം കാണാം. അപ്പൊ ഞാനിവിടെ കാമ്പ് ഇങ്ങനെ മുറിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആർക്കെങ്കിലും കാമ്പ് മുറിക്കാൻ അറിയാത്തവരുണ്ടോന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെറുതായിട്ട് മുറിച്ച കഷ്ണങ്ങളെ ഇതുപോലെ ഒന്ന് ആക്കി എടുക്കുക. എല്ലാവർക്കും അറിയുന്നുണ്ടാവും, അറിയാത്തവർക്കാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ. എന്നിട്ട് അത് ഇങ്ങനെ ബോർഡിന്റെ മുകളിൽ വെക്കുക, അല്ലെങ്കിൽ കയ്യിൽ വെച്ച് മുറിക്കുന്നുണ്ടെങ്കിലും മുറിക്കാം കേട്ടോ. അപ്പൊ ഇതുപോലെ അങ്ങോട്ട് കട്ട് ചെയ്യാം. നേർങ്ങനെ കട്ട് ചെയ്താൽ അത്രയും നല്ലതാണ് കേട്ടോ. അപ്പൊ കട്ട് ചെയ്യുന്ന സമയത്ത് എന്താ ഇതുപോലെ വരും, ഈ ഒരു സൈസിലാണ് വരിക. അപ്പോൾ നമുക്ക് ഇതുപോലെ എല്ലാം കട്ട് ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് പെട്ടെന്ന് പെട്ടെന്ന് കട്ട് ചെയ്യണം, ഇത് പെട്ടെന്ന് കറുത്തു പോകും കേട്ടോ. കാമ്പായതുകൊണ്ട് ഇനി കറിയുള്ളത് കൊണ്ട് ഇത് പെട്ടെന്ന് കറുപ്പടിക്കും. കറുപ്പടിച്ചാലും കുഴപ്പമൊന്നുമില്ല, എന്നാലും പെട്ടെന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് വറവാക്കിയെടുക്കാം. ഈ കട്ട് ചെയ്യുന്ന ഒരു പണിയേ ഉള്ളൂ, ബാക്കിയെല്ലാം ഈസിയാണ് കേട്ടോ. അപ്പോൾ ഇത് മുഴുവൻ കട്ട് ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ ഞാനിവിടെ കാമ്പ് വറവാക്കാൻ വേണ്ടിയിട്ട് കാമ്പ് മുഴുവൻ മുറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഇതാ ഒരുപാടുണ്ട്. അപ്പൊ നമുക്കിനി വറവാക്കാൻ തുടങ്ങിയാലോ. അപ്പൊ നമ്മൾ കാമ്പ് വറവാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച കാമ്പുണ്ടല്ലോ, വാഴപ്പിണ്ടി, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഗ്യാസ് ഓൺ ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ആദ്യം നമ്മൾ ഇത് ഇട്ട് കൊടുത്ത് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ മുഴുവൻ കാമ്പും മുറിച്ചിട്ടത് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് ആദ്യം ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ച് ഇട്ടെടുക്കുക, അധികമായി പോണ്ട, നോക്കിയിട്ട് പിന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഞാനിവിടെ ഗ്യാസ് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു മൂടി വെച്ചിട്ട് അടച്ചു വെക്കാം. ഒരു 2-3 മിനിറ്റ് സമയം അടച്ചു വെക്കാം. തീ സിമ്മിൽ ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പൊ ഇടക്ക് അടിക്ക് പിടിക്കുന്ന പാത്രമാണെങ്കിൽ ഒന്ന് ഇടക്കിടക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കും കേട്ടോ. വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ അകത്ത് തന്നെ വെള്ളം ഉണ്ടാവും, അതിൽ തന്നെ വേവും കേട്ടോ. അപ്പോൾ 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കാണാം. അപ്പൊ നമ്മളെ കാമ്പ് അടുപ്പത്ത് വെച്ചിട്ട് ഇപ്പൊ 2-3 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാമ്പിന്റെ കളറെല്ലാം ഒരു മാറി വന്നിട്ടുണ്ട് കണ്ട. ഇതിൻ്റെ അകത്ത് തന്നെ മാക്സിമം വെള്ളം വന്നു കണ്ട. ഈ വെള്ളം ഇനിയൊന്നും വറ്റി വരണം കേട്ടോ. അപ്പോഴേക്ക് കാമ്പ് റെഡിയാവും എന്നാണ് എൻ്റെ ഒരു കണക്ക്. സ്പീഡ് നമ്മൾ കൂട്ടി വെക്കാനേ പാടില്ല. സ്പീഡ് കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടൂല കേട്ടാ. പെട്ടെന്ന് അടി കരിഞ്ഞും പോവും. ഇനി നമുക്ക് ഇതിലേക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാല് നമ്മൾ ചിരണ്ടി വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കുക. തേങ്ങയെല്ലാം ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് അധികം ചേർത്ത് കൊടുത്തു കേട്ടോ, നല്ല ടേസ്റ്റ് കൂടും. തേങ്ങയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റ് കൊണ്ട് ഇത് വെന്ത് വരും കേട്ടോ. അധികം വേവൊന്നുമില്ല. കാമ്പലെല്ലാരും പച്ച ആയിട്ടും കഴിക്കും, ഇത് ജ്യൂസ് ആക്കിയിട്ടല്ലോ. അതെല്ലാം ഹെൽത്തിന് നല്ലതാണ്. എൻ്റെ വെള്ളം കുടിച്ചാലെല്ലാം നല്ലതാണെന്ന് പറയുന്നത് കേൾക്കാം. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ അകത്ത് മുളകോ പച്ചമുളകോ ഉള്ളിയോ അങ്ങനത്തെ ഒന്നും ഇതിൻ്റെ അകത്ത് ചേർത്തിട്ടില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വറവാണ് കേട്ടാ. പക്ഷെ നല്ല ടേസ്റ്റ്. ഒരിക്കലെങ്കിലും നിങ്ങൾ കാമ്പെല്ലാം കിട്ടുന്ന സമയത്ത്, വാഴപ്പിണ്ടിയെല്ലാം കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടാ. എൻ്റെ എന്നോട് അഭിപ്രായം പറയണേ. അപ്പൊ ഇങ്ങനെ ഒരിക്കൽ ഉണ്ടാക്കിയാൽ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കൂലും കേട്ടാ. അപ്പോൾ ഇതൊരു 2-3 മിനിറ്റും കൂടി നമുക്ക് അടച്ചു വെക്കാം കേട്ടാ. അപ്പോഴേക്ക് ആ തേങ്ങയെല്ലാം നന്നായിട്ട് വെന്ത് വരും. അപ്പോൾ നമുക്കൊരു 2-3 മിനിറ്റും കൂടി അടച്ചു വെച്ചതിന് ശേഷം കാണാം. അപ്പൊ നമ്മൾ കാമ്പ് അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ആയി കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ അകത്തെ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി വരണം. അപ്പോഴേക്ക് നമ്മളെ കാമ്പ് വറവ് റെഡിയാവും. തീ ഒന്ന് സ്പീഡ് കൂട്ടി കൊടുത്തോ. സിമ്മിലിട്ടത് ഒന്ന് ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റുക.
വെന്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇട്ട് കൊടുത്ത തേങ്ങന്റെ ഒരു പച്ചമണെല്ലാം മാറി വെന്ത് വന്നു. കാരണം ഈ തേങ്ങ കുറച്ച് നേരത്തെ ഇട്ട് കൊടുക്കുന്നത് എന്ത് വെച്ചാല് മറ്റേ നമ്മൾ വറവാക്കിയിട്ട് ലാസ്റ്റാണ് തേങ്ങ ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ വൈകുന്നേരം ആകുമ്പോഴേക്കുള്ള നമുക്ക് വറവാക്കിയത് പോയി പോകും, മോശമായി പോകും. അപ്പോൾ അത് മോശമാകാണ്ടിരിക്കാനാണ് കുറച്ച് നേരത്തെ തേങ്ങ ഇട്ടാല് ഇതിൻ്റെ അകത്തുനിന്ന് നന്നായിട്ട് വെന്ത് വരും. അപ്പൊ പിന്നെ അങ്ങനെ പെട്ടെന്ന് കേടായി പോകില്ല കേട്ടോ. അപ്പൊ നമുക്കിനി ഇതിലേക്ക് നല്ല ഫ്രഷ് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. കറിവേപ്പില ഇട്ട് കൊടുക്കുമ്പോൾ എന്നാ മണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇതിൻ്റെ അകത്ത് മുളകൊന്നും ഇട്ട് കൊടുക്കാത്തത് ലാസ്റ്റ് വറുത്തിരുന്ന സമയത്ത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അന്നേരം നമുക്ക് ഒരു കുറച്ച് വെളുത്തുള്ളിയും ഒരു 2 ഉണക്കമുളകും കൂടി നമുക്ക് വറുത്തിട്ട് കൊടുക്കാം. അതിലാണ് ഇതിന്റെ ടേസ്റ്റ് ഇരിക്കുന്നത് കേട്ടോ. അന്നേരം നമ്മൾ ഈ വറവ് വേറൊരു ലെവലിലെത്തും. നന്നായിട്ട് വെള്ളം പറ്റുന്നവരെ നമുക്കിതൊന്ന് ചിള്ളി എടുക്കാം. ഇതെല്ലാം നാടൻ റെസിപ്പിയാണ്. ഇങ്ങനെ കാമ്പെല്ലാം കിട്ടുന്ന സമയത്ത് ആരും വേസ്റ്റ് ആക്കി കളയണ്ട. ഹെൽത്തിനും നല്ലതാണ്. നല്ല നല്ല ഫൈബർ ഉള്ളൊരു പച്ചക്കറിയാണ് അല്ലേ. അപ്പോൾ എല്ലാവരും കിട്ടുമ്പോൾ ഇതുപോലെ, എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കുന്നതെല്ലാം ഉണ്ടാവും, എന്നാലും കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നോട് അഭിപ്രായം പറയണം കേട്ടോ. ഇതൊന്ന് കുറച്ചും കൂടി വെള്ളം പറ്റാനുണ്ട്. അപ്പോൾ നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പൊ നമ്മളെ കാമ്പ് വറവില് വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. നിങ്ങൾ ഈ സമയത്ത് ഉപ്പും എല്ലാം ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. ഉപ്പുണ്ടോന്നെല്ലാം ചെക്ക് ചെയ്ത് നോക്കുക. ഇല്ലെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. അപ്പൊ ഞാനിവിടെ ചെക്ക് ചെയ്ത സമയത്ത് എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഇതിലേക്ക് വറുത്തിട്ട് കൊടുക്കാം. അപ്പോൾ കാമ്പ് വറവിന് വറുത്തിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാത്രം നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഞാനിവിടെ ചെറുതായിട്ട് കഷ്ണാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് കാമ്പ് അധികം ഉള്ളത് കൊണ്ടാണ് കുറച്ചധികം വെളിച്ചെണ്ണയും വെളുത്തുള്ളിയും എടുത്തത് കേട്ടോ. എടുക്കുന്ന കാമ്പിന്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് വറവെല്ലാം ഇട്ട് കൊടുക്കുക. അതല്ല ഇതിലേക്ക് ഞാനിവിടെ 2-3 ഉണക്കമുളക് ചെറുതായിട്ട് കഷ്ണാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉണക്കമുളകും വെളുത്തുള്ളിയും രണ്ടും കൂടി നമ്മളെ നാടൻ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ മൂത്ത് വരുമ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ. ഇതാണ് ഈ കാമ്പ് വറവിന് ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ വറുത്തിടാത്തവരെ ഇങ്ങനെയൊന്ന് വറുത്തിട്ടിട്ട് നോക്കണം കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ ഇട്ട് കൊടുത്ത വെളുത്തുള്ളി എല്ലാം ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഉണക്കമുളകും എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി ഇത് കാമ്പ് വറവിലേക്ക് വറുത്തിട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വറവ് കാമ്പിന്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന വിധത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ആഹാ, എന്നാ മണം. നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. അപ്പോ എങ്ങനെയുണ്ട് നമ്മളെ കാമ്പ് വറവാണ്? അടിപൊളിയല്ലേ? അപ്പോൾ ഇതുപോലെ വറവ് ഉണ്ടാക്കാത്തവര് ഇങ്ങനെ ഒന്ന് കാമ്പ് വറുത്ത് നോക്കണം കേട്ടോ. വാഴപ്പിണ്ടി എല്ലാവർക്കും ഒന്നും കാമ്പ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പൊ ഇതുപോലെ കാമ്പ് വറവ് ഉണ്ടാക്കാത്തവര് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യണമെങ്കിൽ ഞാനിടുന്ന വീഡിയോസിന്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് വരുന്നതാണ്. അപ്പോൾ തൊട്ടടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.